ഡോക്ടർ, ഈ റോബോട്ടിക്സ് കുറേ കേട്ടിക്കണേ. ഈ നിങ്ങൾ റോബോട്ടിക് സർജൻ അല്ലേ? റോബോട്ടിക്സും യൂറോളജിയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് യൂറോളജിയിൽ റോബോട്ടിക്സിന് ഇൻവോൾവ് ചെയ്യുന്നത്? റോബോട്ടിക്സ് അല്ലേ, റോബോട്ടിക്സ് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം വാട്ട് ഈസ് റോബോട്ട്. ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂവീസിലോ കാർട്ടൂൺസിലോ കാണുന്ന പോലെ ഓട്ടോമാറ്റിക്കലി പോവുക, അത് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല. റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് മെഷീനാണ്. അതിന് 3 പാർട്സ് ആണുള്ളത്. ഒന്ന് സർജൻ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന കൺസോൾ, സർജൻ കൺസോൾ, പിന്നെ പേഷ്യൻ്റ് കിടത്തിയിരിക്കുന്ന ഭാഗം, വിഷൻ സിസ്റ്റം ഉണ്ടാവും. ഈ 3 പാർട്ടും കൂടിയാണ് നമ്മൾ റോബോട്ടിക് സർജറി ചെയ്യുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് രോഗി ഒരു കട്ടിലിൽ കിടക്കുകയാണ്, അതിൻ്റെ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുകയാണ്, സർജൻ അപ്പുറത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. ആൻഡ് നമുക്ക് കണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള മോണിറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അസിസ്റ്റൻസ് നമ്മൾ പേഷ്യൻ്റ് കൂടെ തന്നെ ഉണ്ടാവും. റോബോട്ട് ഒരിക്കലും അതിൻ്റെതായ ഒരു മൂവ്മെൻറ്റ്സ് ചെയ്യുന്നില്ല. സർജൻ അവിടെ ഇരുന്നു കൊണ്ടാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണ്. അപ്പം അവിടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അമേരിക്കയിലുള്ള പേഷ്യൻസിന് സർജറി ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഇന്ത്യയിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ ഡിസ് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണ്. ഓക്കെ, സോ റോബോട്ടിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സുഷിരങ്ങളുടെ ആണ് നമ്മൾ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് കറയുന്നത്. മിനിമൽ ഇൻവേസീവ്. അതിലിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് യൂറോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ക്യാൻസർ, മൂത്രസഞ്ചി നീക്കം ചെയ്യേണ്ട ആവശ്യങ്ങൾ, ഫീമെയിൽ യൂറോളജിയിൽ മൂത്രസഞ്ചി താഴോട്ട് പൊക്കി വെക്കൽ, ചെറിയ കുട്ടികളിലുള്ള കിഡ്നിയിലുള്ള പ്രോബ്ലംസ്, എന്തൊക്കെ പണ്ട് ഓപ്പൺ സർജറിയിൽ ചെയ്തുകൊണ്ടിരുന്നോ എല്ലാം നമുക്ക് ഇപ്പോൾ റോബോട്ടിക്കിലാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പ്രധാന ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. 7 degrees ഓഫ് ഫ്രീഡം ആണ് അതിൻ്റെ ആംസ്. റോബോട്ടിക് ആംസിന് നമുക്കിപ്പോൾ ഒരു മനുഷ്യനിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് അങ്ങനെയൊക്കെ തിരിക്കാൻ പറ്റത്തുള്ളൂ കൈ, അല്ല, റിസ്റ്റ് മൂവ്മെൻറ്റ്സ്. ബട്ട് റോബോട്ടിക് ആമിന് 7 degrees ഓഫ് മൂവ്മെൻറ്റ്സ് ഉള്ളത്. ഈ ടെക്നോളജിയാണ് മറ്റേ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് മിലിറ്ററി വെപ്പൺസിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഈ 7 degrees ഓഫ് ഫ്രീഡംസ് ഒക്കെ. അങ്ങനെയുള്ളത് അപ്പോൾ നമ്മളൊരു ചെറിയ സുഷിരങ്ങൾ, ഫോർ എക്സാമ്പിൾ പെൽവിസിലോ അടിഭാഗത്ത് പോണേ നമുക്ക് ക്യാൻസറൊക്കെ നീക്കണമെങ്കിൽ വളരെ പ്രിസൈസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രന്ഥി മുഴുവൻ നീക്കം ചെയ്യാം. മൂത്രത്തിൻ്റെ കൺട്രോൾ വാൾവ് അവിടെ തന്നെ പ്രിസർവ് ചെയ്യും. കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവില്ല. മിക്കവാറും പേഷ്യൻസിന് റോബോട്ടിക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം റേഡിയോതെറാപ്പിയോ കീമോതെറാപ്പിയുടെ ആവശ്യം വരാറില്ല. ഒരു 20% ആൾക്കാർക്ക് ആവശ്യമില്ല. കാരണം അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ക്ലിയറൻസ് എടുക്കാൻ പറ്റും. പിന്നെ കിഡ്നിക്കുള്ള ട്യൂമർ നീക്കം ചെയ്യുകയാണെങ്കിൽ വൃക്ക നീക്കം ചെയ്യാണ്ട് ട്യൂമർ മാത്രം നീക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ സിറ്റുവേഷൻസിലും ഇപ്പം ജന്മനാനുള്ള കിഡ്നിയിലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഏത് സ്ഥലത്താണ് പോകുന്ന അവിടെ ആക്യുറേറ്റ് ആയിട്ട് പോയിട്ട് നമുക്ക് 3D സംവിധാനമാണ്. നമ്മൾ സാധാരണ കാണുന്നതിനെക്കാളും 10 മടങ്ങ് 10x മാഗ്നിഫൈഡ് വിഷനാണ് അതിൽ. അപ്പോൾ വളരെയധികം വലുപ്പത്തിൽ കാണുന്നതും രക്തക്കൊഴലുകളെല്ലാം വളരെയധികം കൃത്യമായിട്ട് കാണുന്നുണ്ട്. ബ്ലീഡിങ് ഉണ്ടാവത്തില്ല. സർജൻ അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഡിസെക്റ്റ് ചെയ്തിട്ട് എത്രയും വേഗത്തിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. വളരെ ചെറിയ മുറിവായതുകൊണ്ട് വൂണ്ട് ഇൻഫെക്ഷൻ കുറവാണ്, ഹോസ്പിറ്റലിൽ സ്റ്റേ കുറവാണ്. പെട്ടെന്ന് നമുക്ക് 1-2 ദിവസം കൊണ്ട് മാക്സിമം 48 hours മെജോറിറ്റി കേസസും ഡിസ്ചാർജ് ആക്കാൻ പറ്റും. റെസ്റ്റ്, ഏർലി റിക്കവറി ആൻഡ് ബാക്ക് ടു വർക്ക്, നോർമൽ വർക്ക്. ഇതൊക്കെയാണ് റോബോട്ടിക് സംവിധാനത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരുപാട് പണ്ട് എത്രയോ പേഷ്യൻസിന് ബ്ലഡ് വേണ്ട കേസുകൾ പോലും നമ്മൾ റോബോട്ടിക് സംവിധാനം വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് വേണ്ട. ഞാൻ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ഒരു 1 month ബാക്ക് ഒരു പേഷ്യൻറ്റിന്, ഒരു ഡോക്ടറാണ്, വൈഫ്, ഒരു 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഇടത്തെ സൈഡിൽ 3.5 കിലോയുള്ള ഒരു വൃക്കയുടെ മുഴയും വലത്തെ കിഡ്നിയിൽ ഒരു ചെറിയ 2 centimeter മുഴയും. അപ്പോൾ നമുക്ക് 2 വൃക്കയും നീക്കാൻ പറ്റാത്തില്ല. കാരണം പേഷ്യൻ്റ് പെർമനൻറ്റ് ഡയാലിസിസിലേക്ക് പോകും. അങ്ങനത്തെ കേസ് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടത്തെ കിഡ്നി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയും ഓപ്പോസിറ്റ് സൈഡിൽ റോബോട്ടിക് സംവിധാനം മുഴ മാത്രം നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ കിഡ്നിയിൽ അയാൾ ഡയാലിസിസ് ഇല്ലാണ്ട് വിത്തിൻ 10 days ഐ കുഡ് ഡിസ്ചാർജ് ദ പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒറ്റ കാരണം അത് ആ റോബോട്ടിക് സംവിധാനത്തിൻ്റെ എക്സ്പെർട്ടൈസും അതിലുള്ള ആ മോഡേൺ ടെക്നോളജി അപ്ഗ്രേഡേഷനുമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം
ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസസിലെല്ലാം റോബോട്ടിക് സംവിധാനത്തിന് വളരെയധികം റോളുണ്ട്. ബട്ട് സ്ട്രേറ്റ് ഫോർവേഡ് കേസസ് ഉണ്ടെങ്കിൽ റോബോട്ടിക് സംവിധാനം ആവശ്യമില്ല. നോർമൽ ലാപ്രോസ്കോപ്പിയോ നമുക്ക് ചെയ്യാൻ പറ്റും. കുറെ ഓപ്പൺ സർജറി കാരണം ഉണ്ടാകുന്ന കുറെ കോംപ്ലിക്കേഷൻസ് അപ്പോൾ ഈ റോബോട്ടിക് സർജറി വഴി കുറക്കാൻ കഴിയുമെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ വൃക്ക നീക്കം ചെയ്തതിൽ കുറച്ച് സുഷിരങ്ങൾ മാത്രമേ ഉള്ളൂ. പണ്ടാണെങ്കിൽ നമുക്ക് ഇത്ര വീതം തുറക്കണം, അല്ലെങ്കിൽ ചെസ്റ്റ് അടക്കം ഇവിടുന്ന് തുറക്കണം. ഓപ്പൺ സർജറി മോശമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് ഇന്നും പല സ്ഥലങ്ങളിലും ഇപ്പം ഹോസ്പിറ്റൽസിലും ആ സംവിധാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ സംവിധാനം നമുക്ക് പേഷ്യന്റ് ട്രീറ്റ് ചെയ്ത് നേരെയാക്കാന്നാണ്. അപ്പം അത് ചെയ്യുന്ന സ്ഥലങ്ങൾ തീർച്ചയായിട്ടും മോശമല്ല. അത് ആ സംവിധാനമുള്ള സ്ഥലത്ത് അത് ചെയ്ത് പേഷ്യന്റ് സുഖപ്പെടുത്തുക എന്നുള്ളത്. പക്ഷേ റോബോട്ടിക് സംവിധാനം ചെയ്യുമ്പോൾ ആ മുറിവുകൾ ഉണ്ടാവില്ല. ഏർലി റിക്കവറി ടു നോർമൽ ലൈഫ്, നമ്മുടെ ബാക്ക് ടു ലൈഫ് വിത്ത് വെരി ഹൈലി കോസ്മെറ്റിക്, നോ പെയിൻ, ബ്ലഡിൻ്റെ ആവശ്യമില്ല. അതിൻ്റെതായ ആ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇതിൻ്റെ കോസ്റ്റും നമുക്ക് സാധാരണ ലാപ്രോസ്കോപ്പിയേക്കാളും 1.5 ലക്ഷം രൂപയുടെ അധിക ചെലവ് വരും. ഓക്കെ, അത് സർജറിയുടെ കോസ്റ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഡിസ്പോസബിൾസ് ആണ്. അത് ഒരു പ്രാവശ്യം അതിന് കവേഴ്സും ഇതിനൊക്കെ യൂസ് ചെയ്ത് പിന്നെ അടുത്ത കേസിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചെലവ് കൂടുതലാണ് റോബോട്ടിക് സർജറി. ബട്ട് ഇപ്പോൾ ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഷുറൻസ് കമ്പനീസിലുണ്ട്, ബാക്കി ഹോസ്പിറ്റൽസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ റോബോട്ടിക് സംവിധാനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ചെലവുകൾ ഒരു പരിധി വരെ നമുക്ക് ലാപ്രോസ്കോപ്പിയിൽ നിന്ന് കുറച്ചേ കൂടത്തുള്ളൂ. ഈ റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർക്കുള്ള പേടി കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണോ, ഡോക്ടേഴ്സിന് കൺട്രോൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് 100% സർജൻ കൺട്രോൾ. സർജൻ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മളത് സർജൻസിന് ഇല്ലാതെ ഒരു കമാൻഡ് ഇല്ലാണ്ട് അതിനൊരു സംഭവം പോലും നീങ്ങത്തില്ല. ആൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഡാവിഞ്ചി റോബോട്ട് ടൂ മച്ച് പ്രിസൈസ് ആണ്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. Okay, it can detect the problems, but machine itself can detect. So highly sophisticated machine. ഡോക്ടർ ഇപ്പൊ ഏതൊക്കെ ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ റോബോട്ടിക് സർജറി ചെയ്തിട്ടുണ്ട്? റോബോട്ടിക് സർജറി ഇപ്പം കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒത്തിരി കേസ് ചെയ്യുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ചെയ്യുന്നുണ്ട്, കിഡ്നി ട്യൂമറിന് ചെയ്യുന്നുണ്ട്, വൃക്കയുടെ തടസ്സത്തിന് ചെയ്യുന്നുണ്ട്, മൂത്രസഞ്ചി നീക്കം ചെയ്യുന്നതിന് ചെയ്യുന്നുണ്ട്, അഡ്രിനൽ ഗ്രന്ഥിയുടെ മുഴയ്ക്ക് നമുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രോസ്റ്റേറ്റ് ബിനാൻ ലാർജ് പ്രോസ്റ്റേറ്റിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പിന്നെ വൃക്ക മാറ്റൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കാം. അപ്പം നമ്മൾ എന്തൊക്കെ സർജറീസ് ആണ് ഓപ്പണിൽ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ബോത്ത് അബലേറ്റീവ് ആൻഡ് റിക്കൺസ്ട്രക്റ്റീവ്, അതായത് ഓർഗാൻ നീക്കം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടതോ എന്ത് തരവും ആയിക്കോട്ടെ റോബോട്ടിക്കിൽ ഇപ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഒരു സ്പെസിഫിക് മാത്രം റോബോട്ടിക്സ് അല്ല, എല്ലാവിധ ഇതിലും ഓപ്പൺ സർജറി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ട്രേറ്റ് ഫോർവേഡ് കേസിന് നമ്മൾ റോബോട്ടിക് ഉപയോഗിച്ചിട്ട് പേഷ്യൻസിനെ നമ്മൾ കൂടുതൽ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കോംപ്ലിക്കേറ്റഡ് സർജറീസിലൊക്കെ നമുക്ക് ദിസ് വിൽ ബി യൂസ്ഫുൾ, വെരി മച്ച് യൂസ്ഫുൾ. ഇതിപ്പോൾ മെയിനായിട്ട് ആൾക്കാർക്കുള്ള പേടി ഡോക്ടേഴ്സിന് റോബോട്ടിക്സ് റീപ്ലേസ് ചെയ്യുമെന്നാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഫ്യൂച്ചർ? ഇതിന്റെ ഫ്യൂച്ചർ റോബോട്ടിക്സും ഡോക്ടേഴ്സിന്റെ ഇതും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഒരിക്കലും ഡോക്ടർ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. Because AI technology, everything is incorporated, but doctor always is needed. നമുക്ക് ആ പത്തോളജി എവിടെയാണ് പോകേണ്ടതെല്ലാം ഡോക്ടേഴ്സിന്റെ കമാൻഡിലാണ് പോകുന്നത്. പിന്നെ ഒരു മുന്നേറ്റം വരാനുള്ള സാധ്യത ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കോഴിക്കോട് ഇരുന്നിട്ട് എനിക്ക് ബാംഗ്ലൂരിലൊരു പേഷ്യൻ്റ് വേണമെങ്കിൽ സർജറി ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്യാൻ പറ്റും. ദാറ്റ് പോസിബിൾ. ഓക്കെ, സോ ഇപ്പം റീസെൻ്റ്ലി ഐ തിങ്ക് ഫ്രം ബെയ്ജിങ് ടു ഇറ്റലി ഇപ്പോൾ റീസെൻ്റ്ലി 1 month ബാക്ക് സർജറി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് എ ബിഗ് അഡ്വാൻറ്റേജ്. അങ്ങനെ ചെയ്യുമ്പോഴും അവിടെയും നമ്മുടെ ഡോക്ടേഴ്സിന്റെ അസിസ്റ്റൻസ് തീർച്ചയായിട്ടും അസിസ്റ്റൻസ് എപ്പോഴും വേണം. രോഗി എവിടെയാണ് കിടക്കുന്നത് രോഗിയുടെ കൂടെ അസിസ്റ്റന്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും. മെയിൻ സർജൻ വിൽ ബി ഓപ്പറേറ്റിംഗ്, അസിസ്റ്റന്റ് സർജൻ വിൽ ബി അലോങ് വിത്ത് ദ പേഷ്യന്റ്. ഒരിക്കലും വിചാരിക്കുന്നത് റോബോട്ട് ഒറ്റയ്ക്കാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി under the command of the surgeon.